ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ കേന്ദ്രങ്ങളിൽ വലിയ ആത്മവിശ്വാസമുണ്ട് എന്നുള്ളതിനപ്പുറത്ത് ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത അത്ര എളുപ്പമാണെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അഭിലാഷ്, ആത്മവിശ്വാസം നല്ലതാണ്, പക്ഷേ അമിത ആത്മവിശ്വാസം പലപ്പോഴും അഭിലാഷ് തന്നെ സൂചിപ്പിച്ച ദാവീദ് ഗോലിയാത്ത് കഥയുടെ ഔട്ട്കം ആയിരിക്കും ഉണ്ടാകുക. അമിത ആത്മവിശ്വാസം. ഗോലിയാത്തിന് വളരെ വലിയ കോൺഫിഡൻസ് ആയിരുന്നു, വളരെ വലിയ ശരീരം, മഹാമല്ലനായ ഫിലിസ്തീനായ ഗോലിയാത്ത്. അതിനെതിരെ ദാവീദ് വെറും ചെറിയ കൃശഗാത്രനായ ഒരു വെറും ചെറുപ്പക്കാരൻ മാത്രം. പക്ഷേ അവിടെ ആ ഒരു റിസൾട്ടാണ് പറയുന്നത്. ഇത് 2004 സംഭവിച്ചു. ഇന്ത്യ തിളങ്ങുന്നു എന്ന വളരെ വലിയ പ്രചരണത്തോടുകൂടി വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിൻ്റെ 13 ദിവസത്തെ സർക്കാർ, പിന്നീട് 13 മാസത്തെ സർക്കാർ, പിന്നീട് 5 വർഷം പൂർത്തിയാക്കിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ, അത് വ്യക്തമായി ഭാരതീയ ജനതാ പാർട്ടിയല്ല, NDA സർക്കാർ. ആ ഒരു സർക്കാർ വികസനമായിരുന്നു. ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ രാമക്ഷേത്രമായിരുന്നില്ല, അവിടെ വിഷയം വികസനമായിരുന്നു. അപ്പോൾ അവിടെ കാലിടറിയ നമ്മൾ കണ്ടു. UPA 1 മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം വീണ്ടും ഒരു 5 വർഷം മൻമോഹൻ സിംഗ് വീണ്ടും ഭരിക്കുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ നമ്പറൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് 370 സീറ്റ് ലഭിക്കും, 400 സീറ്റ് കടക്കും NDA. കോൺഗ്രസ് ആയ കാലത്ത് ഏറ്റവും പ്രതാപകാലത്ത് 1984 നേടിയ 414 എന്ന മാജിക് നമ്പർ കടക്കും എന്നെല്ലാം പറയുന്നത് തീർച്ചയായും അത് പറയേണ്ടത് തന്നെയാണ്. ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഭരണകക്ഷിയും അതിൻ്റെ നേതാവും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ പറയേണ്ടത്. പക്ഷേ ഇനി റിയാലിറ്റി ടെസ്റ്റിലേക്ക് നോക്കുക. ഇവിടെ ഒരുപാട് സിംബോളിക്. ശ്രീ നരേന്ദ്രമോദി നല്ല ഉജ്ജ്വലനായ വാഗ്മിയാണ്, നല്ല പോലെ സദസ്സിനോട് സംവദിക്കാൻ അറിയാവുന്നതാണ്, വലിയ ക്രൗഡിനോട് സംസാരിക്കാൻ അറിയാവുന്നയാളാണ്, പാർലമെൻറ്റ് അംഗങ്ങളോട് വളരെ സമർത്ഥമായിട്ട് സംസാരിക്കാൻ കഴിയുന്നയാളാണ്. അങ്ങനെയുള്ള ഇതാ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ, ഇതൊരു തരം ഈ പോൾ വോൾട്ടിന് വേണ്ടിയോ ഹൈ ജമ്പിന് വേണ്ടിയോ ഒരു ഹൈറ്റ് സെറ്റ് ചെയ്യുന്ന ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന പോലെയാണ്. ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു 370. നിങ്ങൾക്കത് മറികടന്ന് ഞങ്ങൾ അതിനോടാണ് മത്സരിക്കുന്നത്, നിങ്ങളോടല്ല മത്സരിക്കുന്നത്, മറിച്ച് 370 നേടാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ വലിയ ആത്മവിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്പേഴ്സാണ്. 100 ദിവസത്തിനുള്ളിൽ എൻ്റെ സർക്കാർ അധികാരത്തിൽ വരും. 100 മിനിറ്റ് എടുത്ത പ്രസംഗത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ 400 സീറ്റ് നേടും. ഇതെല്ലാം പറയുന്നത് പ്രതിപക്ഷത്തെ ആത്മവിശ്വാസം ദുർബലപ്പെടുത്തി പ്രതിപക്ഷത്തെ വളരെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നു. അതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പാരലായി ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഞാനിത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് രാമക്ഷേത്രം മാത്രമല്ല, വികസന ഫോർമുലയുണ്ട്, നാരീശക്തി, യൂത്ത് പവർ, അതുപോലെ കർഷക ശക്തി, അടിസ്ഥാന വർഗത്തിൻ്റെ ശക്തി എന്നെല്ലാം പറയുകയും INDA മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്ന ജാതി സെൻസസ് ആദ്യം തന്നെ പൊലിഞ്ഞുപോയി. കാരണം നിതീഷ് കുമാർ വെളിയിൽ പോയപ്പോൾ അത് ജാതി സെൻസസിൻ്റെ കുന്തമുനയാണ് ഒടിയുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കിയതിന് ശേഷം ഇങ്ങനെ ചില നമ്പേഴ്സ് ഗെയിമിലേക്ക് വരുമ്പോൾ പൂർണ്ണമായും പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താം എന്നതാണ്. ആത്മവിശ്വാസത്തെയാണ് നരേന്ദ്രമോദി ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.